ചെറിയ ഒരറിവാണ് ഈ രാഹബിന് കിട്ടിയത്. പക്ഷേ അവളത് വിശ്വസിച്ചു. അവിടെ 14-ാമത്തെ കാര്യത്തിൽ വരുമ്പോൾ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ അവളോട്, ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൾ അവരെ കിളിവാതിലൂടെ ഒരു കയറ് കെട്ടി ഇറക്കി. അവളുടെ വീട് കോട്ടമതിലിന്മേലായിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. അവൾ അവരോട്, തിരഞ്ഞുപോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങിപ്പോരുവോളം 3 ദിവസം അവിടെ ഒളിച്ചിരിപ്പീൻ. അതിന്റെ ശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കി വിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും. അവളോട് പറഞ്ഞൊരൊറ്റ കാര്യമാണ്, ഈ ചുവപ്പ് ചരട് നീ കെട്ടണം. അതാണ് അടയാളം. അവളത് കെട്ടി. പ്രൈസ് ഗോഡ്. അവൾ കെട്ടിയിട്ട് അവളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 12-13 വായിക്കാം. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കും. ആ സ്ത്രീ എല്ലാവരാലും വെറുക്കപ്പെട്ട സ്ത്രീയാണ്. അവളുടെ കുടുംബാംഗങ്ങളെല്ലാം അവളെ വെറുക്കുന്ന. പക്ഷെ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ എല്ലാവരും എന്തു ചെയ്യണം? രക്ഷപ്പെടണം. എനിക്കതിനുള്ള ഉറപ്പ് തരണം. നിങ്ങളോട് ഞാൻ ദയ കാണിച്ചു, നിങ്ങളെന്ത് ചെയ്യണം? എന്നോടും കാണിക്കണം. എന്നിട്ട് എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷപ്പെടണം. ആ ഉറപ്പാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്കങ്ങനെ ഒരു ഉറപ്പും ധൈര്യവും വിശ്വാസവും ഉണ്ടോ? ഞാൻ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, എൻ്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരും രക്ഷപ്പെടും. ദാറ്റ് ഈസ് കോൾഡ് കൺസേൺഡ് ഫെയ്ത്ത്. കരുതലിൻ്റെ വിശ്വാസം. സെൽഫിഷ് ആകരുത്. ഞാനും നിങ്ങളും രക്ഷപ്പെട്ടു, പക്ഷേ എനിക്കറിയാവുന്നവരെല്ലാം രക്ഷപ്പെടണം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഒന്നാലോചിച്ചു നോക്കി, ദൈവവൈതലെ, ഇന്നല്ലെങ്കിൽ നാളെ ദൈവപ്രവൃത്തി അവരുടെ കുടുംബത്തിലുണ്ടാകും, അവരുടെ ജീവിതത്തിലുണ്ടാകും. പ്രാർത്ഥിക്കുന്നവർ മാത്രമൊന്ന് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ.